എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ആർട്ടിക്കിളാണ് റെയിൻഫോൾ അറ്റ് ഗ്രീൻലാൻഡ് ഐസ് ഹവ് ബീൻ ഫോർ ഫസ്റ്റ് ടൈം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. നമ്മുടെ ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന സിലബസിനകത്ത് അല്ലെങ്കിൽ സബ്ജക്റ്റിനകത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ പ്രിലിംസിനും അതുപോലെ തന്നെ മെയിൻസിനും സഹായിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ റെയിൻഫോൾ എന്ന് പറയുന്നത്. ഈ റെയിൻഫോൾ പല സ്ഥലങ്ങളിലും വളരെ സാധാരണമായിട്ടുള്ള ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റിന്റെ പ്രകൃതിയുടെ ഒരു സ്വാഭാവിക പ്രവർത്തനം മാത്രമാണ്. എന്നാൽ ഐസ് മൂടിക്കിടക്കുന്ന ഗ്രീൻലാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ കണ്ടിന്യൂസ് ആയി മഴ പെയ്യുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ റിസൾട്ട് ആണ്, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തന്നെയാണ് എന്നതാണ് വിദഗ്ധ അഭിപ്രായം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മഴ പെയ്യുമ്പോൾ കൂടുതൽ ഇമ്പാക്ട് സൊസൈറ്റിയിലും അതുപോലെ തന്നെ എൻവയോൺമെന്റിലും സംഭവിക്കുന്നത്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. Heavy rainfall recorded across Greenland, and there has been a first ever recording of rainfall at the highest point of the Greenland ice sheet. ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റുകളുടെ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിൽ പോലും എന്താണ് മഴ രേഖപ്പെടുത്തിയത് വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു സാധ്യത തന്നെയാണ്, ഒരു പ്രശ്നം തന്നെയാണ്. എന്തുകൊണ്ടാണ് അത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നമുക്കറിയാം, പലപ്പോഴും ഈ ഐസിനേക്കാൾ ടെമ്പറേച്ചർ കൂടുതലുള്ളത് അല്ലെങ്കിൽ ഐസിനേക്കാൾ ഉയർന്ന താപനിലയുള്ളതാണ് വെള്ളം എന്ന് പറയുന്നത്. ഈ വെള്ളത്തിന് ഐസിനേക്കാൾ കൂടുതൽ താപനില ഉള്ളപ്പോൾ ഐസ് കൂടുതൽ മെൽറ്റ് ചെയ്യാനാണ് അത് സഹായിക്കുക. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഐസിനേക്കാൾ കൂടുതൽ ഡാർക്കറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, കൂടുതൽ സൂര്യപ്രകാശം ആഗിരണം ചെയ്യാനും അബ്സോർബ് ചെയ്യാനും അത് പ്രകാരം അതിന്റെ റിസൾട്ട് ആയിട്ട് ഐസ് മെൽറ്റിങ്ങിന് കാരണമാകാനുമുള്ള ഒരു സാധ്യത ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ തരത്തിലുള്ള കണ്ടിന്യൂസ് മഴ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള മഴ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിരപ്പിന്റെ അല്ലെങ്കിൽ കടൽ നിരപ്പിന്റെ അളവ് കൂട്ടാനും അല്ലെങ്കിൽ കടൽ നിരപ്പ് ഉയർത്തുവാനും സഹായിക്കുന്ന ഒരു ത്രെറ്റനിങ് ഈവന്റ് തന്നെയാണ് ഈ മഴ എന്ന് പറയുന്നത്. കഴിഞ്ഞ 1000 വർഷത്തിനകത്ത് ഏറ്റവും കൂടുതൽ മഴ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാധ്യത ഉണ്ടായത് ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്താണ്. അതെന്താണ് എന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. 1950 മുതൽ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 70 വർഷം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 70 വർഷത്തിൽ ഏറ്റവും ഉയർന്ന മഴയുടെ നിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. പലതരത്തിലുള്ള കാരണങ്ങൾ ഇതിന്റെ ഒരു ഘടകങ്ങളായിട്ട് പറയാം. ചിലപ്പോൾ എയർ സർക്കുലേഷൻ പാറ്റേണിലുള്ള വ്യത്യാസങ്ങളാവാം, അല്ലെങ്കിൽ വാം ആൻഡ് മോയിസ്റ്റ് എയറിന്റെ പ്രസൻസ്, അതായത് ഗ്രീൻലാൻഡിന്റെ മുകളിൽ വാം ആൻഡ് മോയിസ്റ്റ് എയർ പ്രസൻസ് കൂടുതലാവുന്നതിന്റെ ആവാം. എനിഹൗ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് ചേഞ്ചസ് ഓഫ് ദിസ് എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ്. ഇത്തരത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു വളരെ വലിയ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഗ്രീൻ ഹൗസ് ഇഫക്ട് അല്ലെങ്കിൽ മറ്റു തല നോൺ റിന്യൂവബിൾ സോഴ്സസിൽ നിന്ന് ഉള്ള എനർജി യൂട്ടിലൈസേഷൻ കാരണം ഉണ്ടാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് തുടങ്ങിയിട്ടുള്ള സാധ്യതകൾ ഈ ഭൂമിയുടെ ചൂട് കൂട്ടുകയും അതിന്റെ റിസൾട്ട് ആയിട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഭൂമിയുടെ ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് ഭൂമിയുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഗ്രീൻലാൻഡിലെ ഈ കണ്ടിന്യൂസ് മഴ എന്നുള്ളത് ഒരു വളരെ ആശങ്കാജനകമായിട്ട് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. The unprecedented rains can be attributed to change in air circulation pattern, indicating the presence of warm and moist air over Greenland. Also notably, the temperature at the ice cap, which is typically remain above freezing temperature, have fallen below the freezing temperature thrice in less than a decade. പലപ്പോഴും എന്താ, കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഏറ്റവും സുപ്രധാനമായ മാറ്റങ്ങളിൽ ഒന്നാണ് നമ്മുടെ ലോകത്തിൽ തന്നെ ജയന്റ് കൺവെയർ ബെൽറ്റ് എന്നറിയപ്പെടുന്ന ക്യൂബ, ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ നിന്ന് തുടങ്ങുന്ന ഗൾഫ് സ്ട്രീമിന്റെ വേഗത കുറഞ്ഞത് കഴിഞ്ഞ 1000 വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ വേഗതയിലാണ് കഴിഞ്ഞ 10 വർഷമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രീൻലാൻഡ് സൈഡിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രീമാണ് അല്ലെങ്കിൽ കറണ്ടാണ്, ഓഷ്യൻ കറണ്ടാണ് ഗൾഫ് സ്ട്രീം. ക്യൂബ, ഗൾഫ് ഓഫ് മെക്സിക്കോ, ബഹാമസ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇക്വേറ്ററിനെ ക്രോസ് ചെയ്ത് അപ് ടു ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ് വരെ ഒഴുകുകയും തിരികെ നോർത്തേൺ സൈഡിൽ നിന്ന് തിരിച്ച് സലൈനിറ്റി മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്തുകൊണ്ട് തിരിച്ച് സദേൺ ബ്ലോക്കിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന ഒരു കറണ്ടാണ് ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത്. ഈ ഗൾഫ് സ്ട്രീമിന്റെ വേഗത കഴിഞ്ഞ ഒരു 1000 വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ വേഗത റെക്കോർഡ് ചെയ്തത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തന്നെയായിരുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു സാധ്യതയാണ് അല്ലെങ്കിൽ സാഹചര്യമാണ്. അപ്പം experts have warned that the record rains at summit of Greenland is not an isolated event and is part of string of warning signs with respect to global warming and climate change. ഇതിന്റെ റിസൾട്ട് ആയിട്ട് പലപ്പോഴും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, ഐസിനേക്കാൾ കൂടുതൽ ഉയർന്ന താപനിലയാണ് എന്തിനുള്ളത്, വാട്ടറിനുള്ളത് അല്ലെങ്കിൽ മഴവെള്ളത്തിനുള്ളത്. ഈ ഉയർന്ന താപനില പലപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് മഴയായിട്ട് അല്ലെങ്കിൽ ഈ ഗ്രീൻലാൻഡിലെ ഐസ് ഷീൽഡിന് മുകളിൽ അല്ലെങ്കിൽ ഐസ് ഷീൽഡിന് മുകളിലേക്ക് വീഴുമ്പോൾ ഈ ഐസിന് മെൽറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ദാറ്റ് മീൻസ് ഈ ഐസിന്റെ ടെമ്പറേച്ചർ ഉയരാൻ തുടങ്ങും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഐസിനേക്കാൾ ഡാർക്കറാണ് വാട്ടർ. ബട്ട് വാട്ടർ ഡാർക്കർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സൺലൈറ്റ് അബ്സോർബ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ കൂടുതൽ സൺലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചറും ഇവിടെയും കൂടും. അപ്പോഴും എന്താണ് സംഭവിക്കുക, ഐസിന്റെ മെൽറ്റിംഗ് സ്പീഡ് കൂടുകയും കടലിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും സീ ലെവൽ ഉയരുകയും ചെയ്യും. ഇപ്പൊ സീ ലെവൽ ഉയരുകയും ചെയ്യുന്നതിന്റെ റിസൾട്ട് എന്തായിരിക്കും, പല ചെറിയ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളും കടലിനടിയിലാവുകയും കൂടുതൽ വെള്ളം കടലിനകത്താവുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് വളരെ വേഗം കൂട്ടുന്ന ഒന്നായി മാറുകയും ചെയ്യും. ഇത് നമുക്ക് പ്രിലിംസിനും അല്ലെങ്കിൽ മെയിൻസിനും ഒരുപോലെ ആവശ്യം വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നമ്മുടെ ഇക്കോളജിയിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഇതൊരു മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇവിടുത്തെ ചിലപ്പോൾ UPSC പ്രിലിമിനറിക്ക് നമുക്ക് ചോദിക്കാൻ ചില ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്.
നമുക്കറിയാം ഇത് നോർത്തേൺ സൈഡാണ്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. വെസ്റ്റേൺ സൈഡിലാണ് ബഫിൻ ബേ നമുക്ക് കാണാൻ സാധിക്കുക. ഡേവിസ് സ്ട്രെയിറ്റ് എവിടെയാണ്? ഈ ഗ്രീൻലാൻഡിന്റെ വെസ്റ്റേൺ പാർട്ടിലാണ് നമുക്ക് ഗ്രീൻലാൻഡ് കാണാൻ സാധിക്കുക. ഗോത്ത അല്ലെങ്കിൽ നൂക്ക് എന്ന സ്ഥലമാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ. ഡെൻമാർക്ക് സ്ട്രെയിറ്റ് ഈ നമുക്ക് ഗ്രീൻലാൻഡിനെയും ഐസ്ലാൻഡിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഡെൻമാർക്ക് സ്ട്രെയിറ്റ് ഉണ്ട്. കിഴക്കൻ തീരത്താണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക? ഗ്രീൻലാൻഡ് സീ കാണാൻ സാധിക്കുക. ഗ്രീൻലാൻഡ് സീ നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? ഗ്രീൻലാൻഡിന്റെ കിഴക്ക് വശത്താണ്, കിഴക്കൻ തീരത്താണ് നമുക്കിത് കാണാൻ സാധിക്കുക. അപ്പൊ ബഫിൻ ബേ എവിടെയാണ്? ഗ്രീൻലാൻഡിന്റെ വെസ്റ്റേൺ സൈഡിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഡേവിഡ് സ്ട്രെയിറ്റ് എന്ന സ്ഥലം, ഡേവിഡ് സ്ട്രെയിറ്റ് ഉണ്ട്. ഡേവിഡ് സ്ട്രെയിറ്റ് എവിടെയാണ്? ഗ്രീൻലാൻഡിന്റെ സൗത്ത് വെസ്റ്റേൺ പോയിന്റിലാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? ലാബ്രഡോർ സീയുടെ കിഴക്കൻ ഭാഗത്താണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക? ഈ ഡേവിഡ് സ്ട്രെയിറ്റ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് അതുപോലെ തന്നെ ബഫിൻ ബേ നമുക്ക് എവിടെയാണ് കാണുമ്പോൾ കാനഡയ്ക്ക് അല്ലെങ്കിൽ ബഫിൻ ഐലൻഡിനും ഗ്രീൻലാൻഡിനും ഇടയ്ക്കാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക? ബഫിൻ ബേ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഡെൻമാർക്ക് സ്ട്രെയിറ്റ് ഉണ്ട്. ഡെൻമാർക്ക് സ്ട്രെയിറ്റ് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഡെൻമാർക്ക് സ്ട്രെയിറ്റ് ഗ്രീൻലാൻഡിനും ഐസ്ലാൻഡിനും ഇടയ്ക്കാണ്. ബഫിൻ ബേയുടെ താഴെ സദേൺ ബ്ലോക്കിലാണ് നമുക്ക് ഡേവിഡ് സ്ട്രെയിറ്റ് കാണാൻ സാധിക്കുക. ഡേവിഡ് സ്ട്രെയിറ്റിന്റെ വെസ്റ്റേൺ സൈഡിൽ ഡേവിഡ് സ്ട്രെയിറ്റിന്റെ വെസ്റ്റേൺ സൈഡിൽ നമുക്ക് കാനഡയുടെ ലാബ്രഡോർ പ്രൊവിൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ആർട്ടിക് സർക്കിൾസ് ആണ് ഇതുവഴി പാസ് ചെയ്യുന്നത്. അപ്പം അത് നോർത്തിലേക്ക് ആർട്ടിക് സർക്കിൾ പാസ് ചെയ്യുന്ന ഒരു റീജിയൻ നമുക്ക് കുലൂസുക് എന്നറിയപ്പെടുന്ന സ്ഥലം, അതുപോലെ തന്നെ സിസിമിയോത്ത് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സദേൺ സൈഡ്, മാനിസോൺ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ നോർത്തേൺ സൈഡ്, ഇതൊക്കെ നോർത്തിലേക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഡെൻമാർക്ക് സ്ട്രെയിറ്റിനെ അല്ലെങ്കിൽ ഗ്രീൻലാൻഡിനെയും ഐസ്ലാൻഡിനെയും തമ്മിൽ തിരിയുന്ന അല്ലെങ്കിൽ നമുക്ക് ഇടയിലുള്ള ഒരു സ്ട്രെയിറ്റ് ആണ്, കടലിടുക്കാണ് ഡെൻമാർക്ക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. നോർത്തേൺ സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ നോർത്ത് ഈസ്റ്റേൺ സൈഡിലായിട്ട് നമുക്ക് എന്ത് ഗ്രീൻലാൻഡ് സീ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട നമുക്ക് പോയിന്റുകളായിട്ട് നമുക്ക് ചിന്തിക്കുക. ഒന്ന് ബഫിൻ ബേ ഉണ്ട്. ബഫിൻ ബേ എന്തിന്റെ ഇടയ്ക്കാണ്? ഗ്രീൻലാൻഡിന്റെയും ബഫിൻ ഐലൻഡിന്റെയും കാനഡയുടെ ബഫിൻസ് ഐലൻഡിന്റെയും ഇടയിലാണ് നമുക്ക് ബഫിൻ ബേ കാണാൻ സാധിക്കുന്നത്. ഡേവിഡ് സ്ട്രെയിറ്റ് കാണാൻ സാധിക്കുന്നത് കാനഡയുടെ ലാബ്രഡോറിന്റെ പ്രൊവിൻസിനും ഗ്രീൻലാൻഡിനും ഇടയിലാണ് നമുക്ക് ഡേവിഡ് സ്ട്രെയിറ്റ് കാണാൻ സാധിക്കുന്നത്. ഡെൻമാർക്ക് സ്ട്രെയിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? ഐസ്ലാൻഡിന്റെയും ഗ്രീൻലാൻഡിന്റെയും ഇടയിൽ. ഇപ്പം നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനെയും ഗ്രീൻലാൻഡ് സീയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ആണ് ഡെൻമാർക്ക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡേവിഡ് സ്ട്രെയിറ്റിനെയും അല്ലെങ്കിൽ ഡേവിഡ് സ്ട്രെയിറ്റ് എന്തിനേക്കാണ് കണക്ട് ചെയ്യുന്നത്? ബഫിൻ ബേയെയും ലാബ്രഡോർ സീയെയുമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഒന്നുകൂടെ ഇവിടെ ഞാൻ നോട്ട് ചെയ്യാം. ഈ മാപ്പിനകത്ത് ലാബ്രഡോർ സീ ഇല്ലാത്തതുകൊണ്ട് ഈ ഡേവിഡ് സ്ട്രെയിറ്റ് എന്തിനാണ് കണക്ട് ചെയ്യുന്നത്? ഒന്ന് ബഫിൻ ബേയിനെയും എന്തിനാണ്? ലാബ്രഡോർ സീയെയുമാണ് തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. എന്നാൽ ഡെൻമാർക്ക് സ്ട്രെയിറ്റ് എന്തിനേക്കാണ്? ഐസ്ലാൻഡ് സീയെയും നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനെയുമാണ് കണക്ട് ചെയ്യുന്നത്. ഐസ്ലാൻഡിന്റെ ക്യാപിറ്റലാണ് റെയ്ജാവിക് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഐസ്ലാൻഡിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു മാപ്പിൽ നിന്ന് നമ്മൾ ഓർത്ത് വെക്കേണ്ട ചില ചോദ്യങ്ങൾ. അടുത്തത് പവർ പ്ലേ. നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിയുടെ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഇക്കണോമിയിൽ വരാൻ ചോദിക്കുന്നത് ഇക്കണോമിയുടെ ഭാഗത്തായിട്ട് വരുന്നതാണ് എന്താണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ UPSC മെയിൻസിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഈ പവർ പ്ലേയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഗവൺമെന്റ് പുതിയൊരു ബില്ല് കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളെ അല്ലെങ്കിൽ അത്തരത്തിനെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ബില്ല് കൊണ്ടുവരുന്നു. ആ ബില്ല് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ ഒരു രാജ്യത്തിനെ ഒന്ന് യൂണിഫൈ ചെയ്യുന്ന ഒരു സാധ്യത നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് ഇലക്ട്രിസിറ്റി ബിൽ അമെന്റ്മെന്റ് ബിൽ 2021 ആണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ഇതിന്റെ ഒരു മേജർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നമുക്ക് ചർച്ച ചെയ്യാം. പല സ്റ്റേറ്റുകളിലെയും ഡിസ്കോം ഇൻ ദ സെൻസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് എന്നാണ് ഡിസ്കോമിന്റെ അർത്ഥം. ഈ ഡിസ്കോംസിലും എന്താണ് പല സ്റ്റേറ്റുകളിലെയും പല ഡിസ്കോംസും വളരെ അണ്ടർ പെർഫോംഡ് ആണ് അല്ലെങ്കിൽ ലോസ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ഡിസ്കോമുകളാണ്. അവയെ റിവാമ്പ് ചെയ്യുവാനും അവയെ കൃത്യമായിട്ട് നമ്മുടെ ഒരു എല്ലാ ആൾക്കാർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ട് ആക്റ്റീവ് ആക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ബില്ല് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നമുക്ക് ചർച്ച ചെയ്യാം. അതിനകത്ത് ചില പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേജർ പ്രൊവിഷൻസ് എത്താം. അതിന് മുമ്പ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കാം. Electricity distribution has remained the sole point in the country's power network. The distribution companies, DISCOM, which by and large come under the control of states, have been plagued by a variety of issues. നമുക്കറിയാം നമ്മളുടെ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒന്നാണ്. എന്നിരുന്നാൽ പോലും it comes under the control of state government. ഇത്തരത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വന്നിരിക്കുന്ന ഒന്നാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോൾ ഉള്ളതാണ് ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി ഡിസ്കോം കമ്പനീസ് എല്ലാം തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. എന്നിരുന്നാൽ തന്നെ പലപ്പോഴും എന്താണ് 56 നിന്ന് 36 എണ്ണവും എന്താണ് ഒരു
ലോസ് മേക്കിംഗ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഈ ലോസ് മേക്കിംഗ് അല്ലെങ്കിൽ ലോസ് ജനറേറ്റ് അല്ലെങ്കിൽ നഷ്ടമുണ്ടാക്കുന്ന ചില പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് അല്ലെങ്കിൽ ഡിസ്കോംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഏകദേശം കഴിഞ്ഞ വർഷത്തെ മാർച്ച് 31, 2020 നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 32,900 കോടി രൂപയുടെ നഷ്ടമാണ് ഈ 56 കമ്പനികളിൽ 36 ഉണ്ടാക്കിയത്. They owe over 90,000 crore to power producers at the end of June 2021 ജൂൺ ആയപ്പോഴത്തേക്കും ഏകദേശം 90,000 രൂപ കൊടുത്തു തീർക്കാനുള്ള ഒരു സാധ്യതയാണ് നിൽക്കുന്നത്. ഡിസ്കോം continues to be started with structural challenges in governance and regulation. പലപ്പോഴും എന്താണ് ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു ഗവർണൻസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടാത്ത ഒരു സ്ഥാപനമാണ് ഡിസ്കോംസ് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഒരു റീജനറേഷൻ, ഒരു റീവാമ്പിംഗ് ആണ് ഇവിടെ ആവശ്യമുള്ളത്. ദിസ് ഫേസ് പ്രോബ്ലംസ് ഓഫ് അണ്ടർ ഇൻവെസ്റ്റ്മെന്റ്, ലൈൻ ലോസസ് ആൻഡ് ഇഷ്യൂസ് ഇൻ ബില്ലിംഗ്, മീറ്ററിംഗ് ആൻഡ് കളക്ഷൻ വിച്ച് സീംസ് ടു ബി ആക്ടിംഗ് ആസ് എ ബോഡി ബ്ലോ ടു ദെയർ ഫിനാൻഷ്യൽ വയബിലിറ്റി. പലപ്പോഴും അവരുടെ സാമ്പത്തിക നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ആവശ്യത്തിന് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യപ്പെടാതിരിക്കുക, ലൈൻ നഷ്ടങ്ങളും അതുപോലെ തന്നെ ബില്ലിംഗിലും അതിന്റെ ബിൽ പേയ്മെന്റുകളിലും ഉണ്ടാകുന്ന ഡിസ്പാരിറ്റി, ഇത്തരത്തിലുള്ള പല പ്രോബ്ലംസും ഇവ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ അഗ്രിഗേറ്റ് technical and commercial losses lies in the range of around 20%. The government has tried several times to make Discom financially viable through schemes like Uday, but their efforts have not met with desired success. അതുകൊണ്ട് തന്നെയാണ് പുതിയ ബില്ലുകൾ കൊണ്ടുവരാൻ സഹായിക്കുന്നത്. പുതിയ ബില്ലുകൾ എത്തുമ്പോൾ പലപ്പോഴും എന്താണ് ഒരു പ്രൈവറ്റ് കമ്പനീസിന്റെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും വളരെയധികം പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ഈ പുതിയ ബില്ലിന്റെ ജനനം എന്ന് പറയുന്നത്. The broad objective of the legislation are to ensure consumer centricity, promote ease of doing business, enhance sustainability of the power sector and promote green power. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. ഒന്ന്, കസ്റ്റമറിനെ അല്ലെങ്കിൽ കൺസ്യൂമർ സെൻട്രിസിറ്റി, കൺസ്യൂമറിനെ സെന്റേഡ് ആയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളെ പൂർണ്ണമായും സംരക്ഷിച്ച് പിടിക്കുന്ന ഒരു തലത്തിലാണ് പുതിയ ബിൽ വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഗ്രീൻ പവർ ജനറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സാധ്യത എന്ന് പറയുന്നത്. റിന്യൂവബിൾ എനർജി പർച്ചേസ് ഒബ്ലിഗേഷൻ എന്ന ഒരു സാധ്യത കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ട്, ഡി ലൈസൻസ് പവർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അലോ ദ ഗ്രേറ്റർ പവർ പ്രൈവറ്റ് പവർ സെക്ടർ പാർട്ടിസിപ്പേഷൻ. അതായത് പൊതുമേഖലാ സ്ഥാപനമാണെങ്കിൽ പോലും എന്താണ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വളരെയധികം സാധ്യമാക്കുന്നുണ്ട്. ദാറ്റ് എൻഹാൻസസ് ദ കോമ്പറ്റീഷൻ എമോങ് ഡിസ്കൗണ്ട്സിൽ കോമ്പറ്റീഷൻസ് ഉണ്ടാവുകയും കൂടുതൽ എഫക്റ്റീവായിട്ട് കൺസ്യൂമറിനെ കൂടുതൽ എഫക്റ്റീവായിട്ട് സെർവ് ചെയ്യാനും സഹായിക്കുന്ന ചില മേഖലകൾ, ചില സാധ്യതകൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഈ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ലോക്കൽ ഒരു സബ് ലൈസൻസിങ് സാധ്യത പോലും ഇതിനകത്ത് സാധ്യമായ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ റീജിയനിൽ അയാൾക്ക് കറണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ സാധ്യത നെറ്റ്വർക്ക് ഓഫ് ഡിസ്കോംസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ബില്ല് സഹായിക്കുന്നു എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. There is a provision for universal service obligation fund which shall be managed by a government company. The fund shall be utilized to meet any deficit in cross subsidy. ഈ ക്രോസ് സബ്സിഡിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് രണ്ട് വിഭാഗം ആളുകളുണ്ട്. റൂറൽ ഏരിയാസും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് അർബൻ ഏരിയാസും ഉണ്ട്. ഈ റൂറൽ ഏരിയാസിനെ അർബൻ ഏരിയാസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റൂറൽ ഏരിയാസിൽ നമുക്ക് പോപ്പുലേഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. അർബൻ ഏരിയാസിൽ ആളുകൾ തിങ്ങി പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവ് എവിടെയാണ്? റൂറൽ ഏരിയാസിലും. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതൽ അർബൻ ഏരിയാസിലുമാണ്. ഈ റൂറൽ ഏരിയാസിൽ ഈ തരത്തിലുള്ള അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവുള്ള സ്ഥലങ്ങളിലേക്കും ഇലക്ട്രിസിറ്റി എത്തിക്കണമെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അതിനൊപ്പം തന്നെ റവന്യൂ എന്ന് പറയുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് ആനുപാതികമായിട്ടുള്ള റവന്യൂ ഉണ്ടാകുന്നുമില്ല. എന്നാൽ ഈ അർബൻ ഏരിയാസിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറവ് മതി, കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. സോ ദാറ്റ് ഗവൺമെന്റ് വിൽ ബി ക്രിയേറ്റിംഗ് എ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ക്രോസ് സബ്സിഡിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധ്യത ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന സാഹചര്യം എങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം? റൂറൽ ഏരിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആൻഡ് ഹെൻസ് നമുക്ക് എന്ത് ചെയ്യണം? ഈ തരത്തിലുള്ള ഏതെങ്കിലും ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അവയെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഈ തരത്തിലുള്ള ഈ ഒരു യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കറണ്ട് ബില്ലിൽ നേരിട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ കമ്പനികൾക്ക് കൊടുക്കാതെ ആ വ്യക്തികൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം. അപ്പം ആ വ്യക്തികളിലേക്ക് എത്തുമ്പോൾ നമുക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ക്രോസ് സബ്സിഡീസിനെ അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് ക്രോസ് സബ്സിഡീസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് എൻഫോഴ്സ്മെന്റ് അതോറിറ്റി ഇത്തരത്തിൽ ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫേഴ്സ് ഉണ്ടാകുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറയ്ക്കുവാനും അത്തരത്തിലുള്ള ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. മറ്റ് ചില നമ്മുടെ LPGയുടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ മറ്റേത് ബെനിഫിറ്റ് ട്രാൻസ്ഫേഴ്സ് ആണെങ്കിലും നമുക്ക് പലപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ലാഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. It provides that the commission shall determine the tariff that are reflective of cost and so as to enable discoms to recover the cost. അതായത് ഓരോ സംസ്ഥാനത്തിലെയും എന്തുണ്ട് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻസിന് എന്ത് ചെയ്യാം? അവരുടെ താരിഫ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ താരിഫ് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ താരിഫ് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ താരിഫ് ഫിക്സ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വിഭാഗം അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. There will also be a penalty for not meeting the renewable energy purchase obligation, REPO എന്ന് പറയുന്ന renewable energy purchase obligation എന്ന് പറയും. ഈ renewable public power electric power energy purchase obligation
പല സംസ്ഥാന ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിൽ സ്റ്റേറ്റ് കമ്മീഷനിലായിരുന്നു നിക്ഷിപ്തമായിരിക്കുന്നത്, അത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് സാധാരണ എങ്ങനെയായിരുന്നു സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻസ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻസ് ഉണ്ടായിരുന്നു. ആ കമ്മീഷൻസ് ആയിരുന്നു എന്ത് ചെയ്യുന്നത്, റിന്യൂവബിൾ എനർജി പർച്ചേസ് ഒബ്ലിഗേഷൻ ഫിക്സ് ചെയ്തിരുന്നത്. ആ റിന്യൂവബിൾ എനർജി പർച്ചേസ് ഒബ്ലിഗേഷൻ ഇപ്പോൾ ആരുടെ കയ്യിലേക്ക് മാറുന്നു, സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എനർജി, അതായത് സർട്ടൻ പെർസെന്റേജ് ഓഫ് എനർജി ഷുഡ് ബി പർച്ചേസ് ഫ്രം റിന്യൂവബിൾ എനർജി ആസ് വെൽ. നമുക്കറിയാം ഹോം ഗ്രിഡുകൾ, നമുക്കറിയാം അത്തരത്തിലുള്ള എനർജി പ്രൊഡ്യൂസേഴ്സിൽ നിന്നും എന്ത് ചെയ്യണം, എനർജി വാങ്ങിക്കാനുള്ള ഒരു സാധ്യത ചെയ്യണം. ഇത് തീരുമാനിക്കേണ്ടത് ഇനി മുതൽ ആരല്ല, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അല്ല, പകരം ആരാണ്, സെൻട്രൽ ഗവൺമെന്റിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ആണ്. ഈ തരത്തിലുള്ള ചില ആൾക്കാർക്ക്, ചില സംസ്ഥാനങ്ങൾക്ക് ഒരു കൺസേൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് ആ പോസിറ്റീവ് കമ്മീഷൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത. ചില ഇപ്പോൾ ചിന്തിക്കപ്പെടാറുണ്ട്, എന്താണ് ഒന്നാമത്തെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്, ഈ തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ബെനിഫിറ്റുകൾ വളർന്നു വരുന്നു അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാകുന്നു. ലീസ് ലൈസൻസിംഗ് പ്രൊവിഷൻ പലപ്പോഴും എന്താണ്, സ്റ്റേറ്റിന്റെ മൊണോപ്പൊളിയെ തകർക്കുകയും പുതിയ പ്ലെയേഴ്സിന് അതിനകത്ത് വരാൻ സാധിക്കും. അതായത് കോമ്പറ്റീഷൻ കൂടുന്നു എന്നുള്ളതാണ്. കോമ്പറ്റീഷൻ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക, പുതിയ പ്ലെയേഴ്സ് ഉണ്ടാവുകയും സ്റ്റേറ്റിന്റെ മൊണോപ്പൊളി ഇല്ലാതെ വരികയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് രണ്ടാമത്തെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, റിന്യൂവബിൾ എനർജിയെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് റിന്യൂവബിൾ എനർജിയുടെ. ദാറ്റ് മീൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സോളാർ എനർജി ക്രിയേഷനെ സഹായിക്കുകയും അത് കൃത്യമായിട്ട് ഗവൺമെന്റിൽ അല്ലെങ്കിൽ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രോജക്റ്റുകൾ കൂടുതൽ ഓൺ ആവുകയും അത്തരത്തിൽ കൂടുതൽ എനർജി ക്രിയേഷൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, സബ്സിഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ സബ്സിഡി സിസ്റ്റം തന്നെ എന്തായാലും കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും. എന്നാൽ ചില സംസ്ഥാനങ്ങൾ ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടീസ് ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഇൻ ദ കൺകറന്റ് ലിസ്റ്റ്. പക്ഷേ ഇത്തരത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് സെൻട്രലൈസ് ചെയ്യുമ്പോൾ ഈ യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അധികാരത്തിലേക്ക് ഇലക്ട്രിസിറ്റി പോവുകയും രാജ്യത്തിന്റെ ഫെഡറലിസത്തിനെ ചോദ്യം ചെയ്യുന്ന ഒന്നാവുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു കൺസേൺ ആയിട്ട് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വാഗ്ദാനം മാത്രമായി അവസാനിക്കുകയും എല്ലാ ആൾക്കാർക്കും കൂടിയ വിലയ്ക്ക് എനർജി കൺസംഷനിൽ എനർജി വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്ന ഒരു ഭയം കൂടി ഓപ്പോസിഷൻ പാർട്ടീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചില കൺസേണുകൾ ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആകാൻ സാധ്യതയുള്ള പ്രോജക്റ്റുകളാണ്. അടുത്ത പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് മധുർ മാറ്റ് എന്ന് പറയും. എന്താണ് ഈ മധുർ മാറ്റ് എന്ന് നോക്കാം ആദ്യം. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത്, വെസ്റ്റ് ബംഗാളിലെ സബാങ് എന്ന റീജിയനിൽ നിന്നും നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് അവാർഡ് ലഭിച്ച 2 സ്ത്രീകളുണ്ട്. അവരുടെ ആവശ്യം എന്തായിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് അവരെ റെക്കഗ്നൈസ് ചെയ്തത് എന്നത് ഈ ഒരു മധുർ മാറ്റ് ആണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ദിസ് ഇസ് യൂണിക് ടു വെസ്റ്റ് ബംഗാൾ. ഇത് വേണമെങ്കിൽ മാച്ച് ദ ഫോളോവിംഗ് ഫിലിംസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. മാച്ച് ദ ഫോളോവിംഗ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് മധുർ മാറ്റ്. മധുർ മാറ്റ് നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക, വെസ്റ്റ് ബംഗാളാണ്. മസ്ലാൻ എ ഫൈൻ ക്വാളിറ്റി മധുർ മാറ്റ്. Mother mats are made of natural fibers. Madhukarthi is a rhizome-based plant that is Cyperus tegatum or Cyperus pangolin found abundantly in the alluvial tracts of Parba and Pashim, Medinpur district of West Bengal. Madhukarthi was awarded the geological indication tag by Geological Indication Registry in April 2018. About 80 to 90% of the entire workforce engaged in traditional craft comprises of women. നമുക്ക് ഇതിന് പ്രധാനപ്പെട്ട ഒരു വിമൻ എംപവർമെന്റ് പ്രൊജക്ട് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ പ്രൊജക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കറിയാം 80% വരുന്ന ഇതിലെ തൊഴിലാളികൾ 90%, 80 മുതൽ 90 വരെയുള്ള ശതമാനത്തോളം വരുന്ന ഇതിലെ തൊഴിലാളികളിൽ 90% അല്ലെങ്കിൽ 80 മുതൽ 90 വരെയുള്ള തൊഴിലാളികളാണ് സ്ത്രീകളാണ്. 2018 മധുകർത്തി എന്ത് കിട്ടിയിട്ടുണ്ട്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് എവിടെയാണ് കാണപ്പെടുന്നത്, പർബയിലും പശ്ചിമ മെദിനിപൂരിലുമാണ് കാണപ്പെടുന്നത്. മധുർ മാറ്റ് ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ വെസ്റ്റ് ബംഗാൾ. ഇത് പ്രിലിമിനറി പെർസ്പെക്ടീവിൽ നോക്കേണ്ട ഒരു പോയിന്റ് ആണ്. അടുത്തത് ഗ്രീൻ മെർമെയ്ഡ് എന്നറിയപ്പെടുന്ന ഒരു ആൽഗയെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഗ്രീൻ മെർമെയ്ഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് വളരെയധികം കാണപ്പെടുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന്റെ കടൽ തീരങ്ങളിലാണ്. A new species of marine green algae has been discovered from Andaman and Nicobar Islands. Algal diversity is one of the highest in Andaman and Nicobar Islands. It has been named as Acetabularia jalakanyake എന്നാണ് ഇതിനെ പേര് വിളിക്കുന്നത്. Acetabularia jalakanyake എന്നാണ് ഇതിനെ വിളിക്കുന്നത്. The species is the first of the genus Acetabularia is discovered in India. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസേഴ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്കോളജിയുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഫുഡ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഇത് സിംഗിൾ സെൽ മറീൻ സ്പീഷീസ് ആണ് ആൻഡ് കീ ടു ഓൾ ലൈഫ് ഫോംസ് ഓൺ എർത്ത്. ഇത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിൽ അല്ലെങ്കിൽ ഈ പലപ്പോഴും ഫ്ലോറോഫിലിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് ഫോട്ടോസിന്തസിസ് വളരെ ശക്തമായി നടക്കുകയും ഏറ്റവും ഫുഡ് ചെയിന്റെ ഏറ്റവും ബേസ് ആയി മാറുന്ന ഒന്നായിട്ട് മാറുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഈ ആൽഗയുടെ കാലഘട്ടം കഴിയുമ്പോൾ ഒരു പെട്രോളിയം ഫോസിലായി മാറുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഗ്രീൻ മെർമെയ്ഡ് എന്ന് പറയുന്ന ആൽഗെ എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ എന്താണ് ഓഷ്യൻ ആസിഡിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇവയ്ക്ക് ഏറ്റവും കൂടുതൽ തെറ്റുണ്ടാക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളും വാർത്തകളും. ഇത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യാനും നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാനും ശ്രദ്ധിക്കുക. ഹാവ് എ ഗ്രേറ്റ് ഡേ.